നമസ്കാരം, എല്ലാവരെയും ഞാൻ എൻ്റെ വ്ളോഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശാരീരിക ഉപനിഷത്തിനെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ശരീരത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ശരീരം 3 വിധത്തിലാണ്: സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണശരീരം. സ്ഥൂല ശരീരം എന്ന് പറയുന്നത് മാംസം, രക്തം, എല്ല്, പേശികൾ. സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് മനസ്സ്, പ്രാണൻ, അഹങ്കാരം, ബുദ്ധി ഇവയാകുന്നു സൂക്ഷ്മ ശരീരം. കാരണശരീരം എന്ന് പറയുന്നത് കർമ്മവാസന, അജ്ഞാനം, മുൻജന്മ കർമ്മങ്ങളും. കൃഷ്ണൻ്റെ സുഹൃത്തും ബന്ധുവും ഭക്തനുമായ അർജുനൻ പറയുന്നുണ്ട്, നമ്മുടെ ഈ ശരീരം മണ്ണുകൊണ്ട് നിർമ്മിതമാണെന്ന്. നമ്മുടെ ശരീരം മണ്ണുകൊണ്ട് നിർമ്മിതമാണെന്ന് അർജുനൻ പറയുന്നുണ്ട്. മണ്ണിൽ മാത്രമേ വിത്തുകൾ മുളയ്ക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ശരീരം മണ്ണുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. എന്തിനെന്നാൽ കർമ്മമാകുന്ന വിത്ത് മണ്ണിൽ കൂടെ മുളയ്ക്കുകയുള്ളൂ. അതായത് മണ്ണിൽ മുളയ്ക്കുന്ന ഈ വിത്താണ് കാരണശരീരത്തിന് കാരണം. ഈ മണ്ണിൽ മുളയ്ക്കുന്ന ഈ വിത്തെന്ന് പറയുന്നതാണ് കർമ്മം. കർമ്മം എന്തുതന്നെയായാലും അതിൻ്റെ ഫലം നമ്മൾ അനുഭവിച്ചേ തീരൂ. നമുക്ക് ഈ ജന്മം തന്നിരിക്കുന്നത് പഴയ കർമ്മവാസനകളെ ഇല്ലാണ്ടാക്കാനും നശിപ്പിക്കാനും അറിവ് ആർജിക്കാനും ജ്ഞാനം ആർജിക്കാനുമാണ്. ഈ ജന്മത്തിൽ, അതായത് ഭഗവാൻ അല്ലെങ്കിൽ ഈശ്വരൻ നമുക്ക് ഈ തന്ന ജന്മത്തിൽ, നമുക്കറിയാമല്ലോ, ഈ മനുഷ്യജന്മം കിട്ടുക എന്ന് പറഞ്ഞാൽ പുണ്യം തന്നെയാണ്. അപ്പോൾ ഈശ്വരൻ നമുക്ക് തന്ന ഈ ജന്മത്തിൽ പ്രാർത്ഥന കൊണ്ടും ജപം കൊണ്ടും തപസ്സുകൊണ്ടും ജ്ഞാനം കൊണ്ടും നാം നമ്മുടെ അന്ധകാരത്തെയും കർമ്മവാസനകളെയും, അതായത് കർമ്മവാസനയാകുന്ന വിത്തിനെ കത്തിച്ചു കളയുകയും വേണം. അപ്പോൾ നമുക്ക് ഇനിയൊരു ജന്മം ഉണ്ടാകത്തില്ല. കാരണശരീരം കാരണമാണ് നമ്മൾ ഇന്ന് ജനിച്ചിരിക്കുന്നത്. ജപം, പ്രാർത്ഥന, ജ്ഞാനം ഇവ കൊണ്ട് മാത്രമല്ല, ഭക്തി കൊണ്ടും നമുക്ക് മോക്ഷം നേടാം. നമ്മുടെ ഈ സ്ഥൂല ശരീരം പഞ്ചഭൂത നിർമ്മിതമാണ്. ജലം, വായു, അഗ്നി, ആകാശം, ഭൂമി. ഈ പഞ്ചമഹാഭൂതങ്ങളുടെ സംയോഗമാകുന്നു നമ്മുടെ ഈ ശരീരം. അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ഇത് തുടർന്ന് കാണുക. കുറച്ച് സമയം ഇതിനു വേണ്ടി ചെലവഴിച്ചതിന് നന്ദി.